ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഐക്യു എന്ന് പറയുന്ന കമ്പനി ശരിക്കും സ്ട്രാറ്റജിക്കലി മുന്നേറിക്കൊണ്ടേയിരിക്കുകയാണ്. അവരിപ്പോൾ പുതിയ ഫോൺ ലോഞ്ച് ചെയ്തു, ഐക്യു നിയോ 10R. നമ്മൾ ചെറിയൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു പുതിയ ഫോൺ വരാൻ പോകുന്നുണ്ട്. പ്രൈസ് റേഞ്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ 30,000 രൂപയ്ക്ക് ചോടെയാണ് വന്നത്. 25,000 മുതൽ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും അഫോർഡബിൾ ആയ പ്രൈസാണ്, വാല്യൂ ഫോർ മണിയാണ്. OnePlus 11R 12R ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഐക്യു നിയോയിൽ ഒരു R സീരീസ് സബ് സീരീസ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഐക്യു നിയോ 10Rമായിട്ടാണ് അവർ തുടങ്ങിയ ഫോൺ തന്നെ കിഡിലൻ ഫോണാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അതായത് 30,000 രൂപയ്ക്ക് ചോടെ വരുന്ന ഫോണുകളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫോൺ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഏതാണെങ്കിലും നമ്മൾ ഇന്ന് ഈ ഒരു ഫോണിനെ സ്പെക് വൈസ് റിവ്യൂ ചെയ്യാൻ പോവുകയാണ്. കാരണം ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. മാത്രമല്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇപ്പോൾ നിലവിൽ ഈ ഫോണിനെ ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന മറ്റ് ഫോണുകൾ ഏതൊക്കെയാണ് എന്നും അതുമായിട്ട് ചെറിയൊരു കമ്പാരിസണും. അപ്പോൾ നമുക്ക് കാര്യമായിട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന രണ്ട് ഫോണുകൾ പോക്കോ F6ഉം പോക്കോയുടെ തന്നെ X7 Pro എന്ന് പറയുന്ന ഈ രണ്ട് ഫോണുകളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും ഐക്യു നിയോ 10Rനെ കുറിച്ച് ജസ്റ്റ് സ്പെക് വൈസ് ഒരു റിവ്യൂ പറയാം. അതിൻ്റെ പുറത്ത് നമുക്ക് ഈ മൂന്ന് ഫോണുകളിൽ മോസ്റ്റ് പ്രിഫറബിൾ ആയിട്ടുള്ള ഫോൺ ഏതാണെന്നും ജസ്റ്റ് പറയാം. അപ്പോൾ ആദ്യമായിട്ട് ഐക്യു നിയോ 10R എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ രണ്ട് കളർ വേരിയൻസ് ആണ് വരുന്നത്. ഒരു ബ്ലൂ, അതായത് ഒരു വൈറ്റിൻ്റെ ചെറിയൊരു മിക്സ് അതിൽ വരുന്നുണ്ട്. പിന്നെ ഒരു ഗ്രേ കളറാണ്. പിന്നെ ഫോണിൻ്റെ ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് IP65 ആണ് വരുന്നത്. ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഫീച്ചർ, അതുപോലെ തന്നെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ, IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. പിന്നെ വെയിറ്റ് ആൻഡ് തിക്നെസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ഐക്യു നല്ലൊരു ബ്രില്യൻസ് ഇതിൻ്റെ എന്താ പറയുക ഈ മാനുഫാക്ചറിങ്ങിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. അതായത് 200 ഗ്രാമിൻ്റെ ചോടെ വെയിറ്റും 8 mm ചോടെ തിക്നെസ്സും കൊണ്ടുവന്നിട്ടുണ്ട്. വെറുതെ കൊണ്ടുവന്നതല്ല, 6400 mAh ഒരു ബാറ്ററി ഇൻസൈഡിൽ തന്നിട്ടുണ്ട്. അത്രയും ഹ്യൂജ് ബാറ്ററി കപ്പാസിറ്റി തന്നിട്ടും നമുക്ക് 200 ഗ്രാമിൻ്റെ മുകളിൽ വെയിറ്റ് പോയിട്ടില്ല. 196 ഗ്രാമാണ് വരുന്നത്. അതുപോലെ തിക്നെസ്സും തന്നെ 7.98 mm ആണ് വരുന്നത്. അപ്പോൾ ഇത് ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ ഫോൺ പ്ലാസ്റ്റിക് മെയ്ഡാണ്. പിന്നെ ഇതിൻ്റെ ബിൽഡിൽ പറയാൻ പറ്റുന്ന ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ NFC വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ബിൽഡ് ആൻഡ് ഡിസൈൻ മേഖലയിൽ വരുന്ന കാര്യങ്ങൾ. ഇനി നമ്മൾ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് 6.78 ഇഞ്ച് സൈസ് വരുന്ന 1.5K റെസൊല്യൂഷനും വരുന്ന ഒരു എമോൾഡ് പാനലാണ് വന്നിട്ടുള്ളത്. നോർമൽ റിഫ്രഷ് റേറ്റ് 120 Hz ആണ്. പക്ഷേ 144 Hz റിഫ്രഷ് റേറ്റ് വരുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഐക്യു പ്രത്യേകം മെൻഷൻ ചെയ്ത 2-3 ഗെയിംസ് ഉണ്ട്. അതിൽ മാത്രം നമുക്ക് 144 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. മാത്രമല്ല 4500 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസും 3840 Hz PWM ഡിമ്മിങ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ അത്യാവശ്യം നല്ല സ്പെക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഡിസ്പ്ലേയുടെ ഗ്ലാസ് സ്കോട്ട് സെൻസേഷൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുടേതാണ്, ഗൊറില്ല ഗ്ലാസ് ഒന്നല്ല. അപ്പോൾ ഇങ്ങനെയാണ് ഡിസ്പ്ലേയുടെ കാര്യങ്ങൾ. ഇനി നമ്മൾ ക്യാമറയുടെ സെക്ഷനിലേക്ക് പോകുകയാണെങ്കിൽ പുറകുവശത്ത് 2 സെൻസറാണ് വന്നിട്ടുള്ളത്. സോണിയുടെ IMX882 എന്ന് പറയുന്ന 50 മെഗാ സെൻസറാണ് മെയിൻ സെൻസർ. അപ്പോൾ ഈ സെൻസർ എന്താ പറയുക, ഒരുപാട് ഫോണുകളിൽ മുമ്പ് വന്നതാണ്. പിന്നെ ഐക്യു തന്നെ മുമ്പ് 2-3 ഫോണുകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഏകദേശം 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരെ വന്ന ഫോണുകളിൽ ഈ ഒരു സെൻസർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫോണിൽ ഐക്യു ക്യാമറയ്ക്ക് വലിയ പ്രയോറിറ്റി കൊടുത്തിട്ടില്ല. എന്നിരുന്നാലും ഈ ഫോണിൽ എടുക്കുന്ന ഇമേജും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ക്വാളിറ്റി കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത് ഐക്യുവിലുള്ള ഇപ്പോഴുള്ള ഇമേജ് പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ നേരെ വിവോയിലുള്ള ആ സെയിം സെറ്റപ്പും അൽഗോരിതമാണ് ഇവിടെയും ക്യാമറയിൽ വരുന്നത്, അതുകൊണ്ടായിരിക്കാം എന്നാണ്. അപ്പോൾ ഏതാണെങ്കിലും മെയിൻ സെൻസർ സോണിയുടെ ഈ IMX882 എന്ന് പറയുന്ന 50 മെഗാ സെൻസറാണ് നമുക്ക് ഈ ഫോണിൽ വരുന്നത്. പിന്നെ 8 മെഗാ അൾട്രാ വൈഡ്. പിന്നെ ഫ്രണ്ടിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് 32 മെഗാ സെൻസറാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഫ്രണ്ടിൽ നമുക്ക് 4K സപ്പോർട്ടഡ് ആണ്. പിന്നെ സ്റ്റെബിലൈസേഷൻ 4Kയിൽ കിട്ടൂല. നമുക്ക് ഫ്രണ്ടിൽ സ്റ്റെബിലൈസേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ 1080p വീഡിയോ എടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ക്യാമറയുടെ കാര്യങ്ങൾ. അപ്പോൾ ഏതാണെങ്കിലും ഐക്യു ഈ ഫോണിൻ്റെ ക്യാമറയിൽ വലിയൊരു സെറ്റപ്പ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഐക്യു മൊത്തത്തിൽ തന്നെ നമുക്കറിയാം പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ഏകദേശം എല്ലാ ഫോണും ഇറക്കുന്നത്. അപ്പോൾ ഈ ഫോണിൽ പ്രത്യേകിച്ചും ഇതിൻ്റെ മറ്റു മേഖലകൾക്കൊന്നും കൊടുത്ത അത്ര പ്രയോറിറ്റി നമ്മൾ ക്യാമറയിൽ കൊടുത്തിട്ടില്ല. ഇനി നമ്മൾ ഈ ഫോണിൻ്റെ ഏറ്റവും മെയിൻ ഘടകമായ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിപ്സെറ്റ് ക്വാൾകോം സ്നാപ്ഡ്രാഗൻ്റെ 8s Gen 3 എന്ന് പറയുന്ന പവർഫുൾ ചിപ്സെറ്റ് ആണ്. ഒന്നും പറയാല്ല, കിഡിലൻ ചിപ്സെറ്റ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന ബെസ്റ്റ് ചിപ്സെറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഏതാണെങ്കിലും ഏകദേശം 1.7 മില്യണോളം ആൻറ്റുറ്റു സ്കോർ കമ്പനി അവകാശപ്പെടുന്നുണ്ട്. മാത്രമല്ല അതിൻ്റെ കൂടെ LPDDR5X റാമും UFS 4.1 സ്റ്റോറേജും നമുക്ക് തരുന്നുണ്ട്. പിന്നെ സ്റ്റോറേജിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പ്രധാനമായിട്ടും ഓർമ്മയിൽ പെടുത്താനുള്ള ഒരു കാര്യം, നിങ്ങൾ ഫോൺ വാങ്ങുന്ന സമയത്ത് പരമാവധി 256 GB വേരിയന്റ് വാങ്ങുക. 128 GB സ്റ്റോറേജ് ആണ് വാങ്ങുന്നതെങ്കിൽ നമുക്ക് UFS 3.1 ആണ് വരുന്നത്. UFS 4.1 കിട്ടണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് 256 GB വാങ്ങേണ്ടതുണ്ട്. അപ്പോൾ ഏതാണെങ്കിലും അത് ശ്രദ്ധിക്കുക.
പിന്നെ നമുക്ക് ഒരു 6000 mm² മുകളിൽ സൈസ് വരുന്ന ഒരു വേപ്പർ ചാമ്പർ കൂളിംഗ് സിസ്റ്റം ഈ ഫോണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണെങ്കിലും ഈ ഫോണിന്റെ പെർഫോമൻസിനെ കുറിച്ച് നമുക്ക് ഒന്നും പറയാനില്ല. കാരണം ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും നമുക്ക് ഒരുക്കി തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ പെർഫോമൻസിനെ കുറിച്ച് ഐക്കു തന്നെ പറയുന്നത് സ്റ്റേബിൾ 90 FPS ഗെയിമിംഗ് എന്നാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് നേരത്തേക്ക് നിങ്ങൾക്ക് 90 FPS ഫ്രെയിം റേറ്റ് ഡൗൺ ആകാതെ നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ പറ്റുന്നുള്ളത് ഐക്കു അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ ഏതാണെങ്കിലും പെർഫോമൻസിന്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, സൂപ്പറാണ്. ഇനി നമ്മൾ ഈ ഫോണിന്റെ ബാറ്ററി സെഗ്മെന്റിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് 6400 mAh ഹ്യൂജ് ബാറ്ററിയാണ് ഇൻസൈഡിൽ ഐക്കു തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്രയും വലിയ ബാറ്ററി തന്നിട്ടും ഐക്കു ഇതിന്റെ വെയിറ്റ് ആൻഡ് തിക്നെസ് നന്നായിട്ട് ബാലൻസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് 80 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. ഏകദേശം ഒരു 50 മിനിറ്റ്സ് ഒക്കെ എടുക്കുമായിരിക്കും ഫുൾ ചാർജ് ആവാനും. പിന്നെ പ്രത്യേകം പറയാനുള്ളത് ചാർജർ നമുക്ക് ഐക്കു ബോക്സിൽ തന്നിട്ടുണ്ട്. പിന്നെ ഈ ഫോണിന്റെ ചാർജിങ് പോർട്ട് USB 2.0 ആണ്. അതുപോലെ തന്നെ ഈ ഫോണിൽ നമുക്ക് പുതിയൊരു ഫീച്ചർ കൂടി വന്നിട്ടുണ്ട്. ഐക്കു 13 തന്നൊരു ഫീച്ചറാണ് ബൈപ്പാസ് ചാർജിങ്. അതായത് നമുക്ക് ഫോണ് ചാർജ് ചെയ്തുകൊണ്ടിരിക്കെ തന്നെ ഹെവി ടാസ്കുകളൊക്കെ ചെയ്യാമെന്നാണ് ഐക്കു പറയുന്നത്. അപ്പോൾ ഏതാണെങ്കിലും ഈ ഒരു ഫീച്ചർ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഈ ഒരു ഫീച്ചർ പുതുതായി വന്ന ഫീച്ചറാണ്. ഇത് നന്നായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയി വരുന്നത് വരെ നമ്മൾ ചാർജ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഏതാണെങ്കിലും നമുക്ക് ബാറ്ററിയുടെ കാര്യത്തിൽ യാതൊരു ആശങ്കയില്ല. കാരണം നല്ല ബാറ്ററി കപ്പാസിറ്റിയും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ ഫോണിന്റെ സോഫ്റ്റ്വെയറിന്റെ മേഖലയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ FunTouchOS 15 ഫോൺ വന്നിട്ടുള്ളത്. ബേസ്ഡ് ഓൺ Android 15 തന്നെയാണ്, ലേറ്റസ്റ്റ് വെർഷനാണ് വന്നിട്ടുള്ളത്. പിന്നെ മാത്രമല്ല നമുക്ക് 3 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും ഐക്കു പ്രോമിസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിൽ എടുത്ത് പറയാനുള്ളത് AI ഫീച്ചേഴ്സ് ആണ്. പ്രത്യേകിച്ച് നമുക്ക് വളരെ യൂസ്ഫുൾ ആയ സർക്കിൾ ടു സെർച്ച് ആ ഒരു ഫീച്ചർ നമുക്കിവിടെ വന്നിട്ടുണ്ട്. പിന്നെ നോട്ട് സമ്മറൈസിങ്, അതുപോലെ തന്നെ നേരത്തെ ഗാലറിയിൽ നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഫോട്ടോ കട്ടൗട്ട് ചെയ്തെടുക്കുന്ന ഒരു പരിപാടി, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കളയുന്ന പരിപാടി, പിന്നെ ഫോട്ടോ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുന്ന പരിപാടി. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സൊക്കെ ഇവിടെയും വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഇതിൽ തന്നിട്ടുള്ള ആ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് മോഡ്, അത് വളരെ നല്ലൊരു ഫീച്ചറാണ്. പ്രത്യേകിച്ച് അതിൽ തന്നിട്ടുള്ള ഒരു മോൺസ്റ്റർ മോഡ് എന്ന് പറയുന്ന ആ ഒരു മോഡ്, അതായത് ഈ ഫോണിൻ്റെ ഏറ്റവും മോസ്റ്റ് പൊട്ടൻഷ്യൽ ലെവലിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണത്. പിന്നെ അതിൽ തന്നെ നമുക്ക് ഗെയിമിംഗ് മോഡിൽ ഒരുപാട് ഫീച്ചേഴ്സ് വേറെ 4D ഗെയിമിംഗ് വൈബ്രേഷൻ, അതുപോലെ തന്നെ AI വോയിസ് ചേഞ്ചർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് വേറെയും വന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണെങ്കിലും ഒരുപാട് ഫീച്ചേഴ്സ് കുത്തി നിറച്ച് തന്നിട്ടുണ്ട്. പിന്നെ ഇത് FunTouchOS ആണ്. അപ്പോൾ നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ ഏറ്റവും ടോപ്പ് എക്സ്പീരിയൻസ് നമുക്കിവിടെ കിട്ടൂല, ഉറപ്പാണ്. എന്നിരുന്നാലും നമുക്ക് FunTouchOS ഒക്കെ ഒരുപാട് മെച്ചപ്പെട്ട് വരുന്നുണ്ട്. അതായത് കുറേ കസ്റ്റമൈസേഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയൊരു പ്രതീക്ഷയാണ്. അപ്പോൾ ഏതാണെങ്കിലും സോഫ്റ്റ്വെയറിൻ്റെ കാര്യം ഇങ്ങനെയൊക്കെയാണ്. കാര്യമായിട്ടൊന്നും പറയാനൊന്നുമില്ല, ആശങ്കകളൊന്നുമില്ല. നമുക്ക് 3 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒക്കെ തരുന്നതുകൊണ്ട് അത് ആ കാര്യത്തിലും നമുക്ക് പേടിക്കാനില്ല. അപ്പോൾ ഏതാണെങ്കിലും ഇങ്ങനെയൊക്കെയാണ് ഐക്കു നിയോ 10R എന്ന് പറയുന്ന ഫോണിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഏതാണെങ്കിലും ഈ ഫോണിനെ കുറിച്ച് നമുക്ക് കാര്യമായിട്ടൊന്നും നെഗറ്റീവ്സ് ആയിട്ട് പറയാനില്ല. അതായത് കിഡിലൻ ഫോണാണ്, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാൻ പോകുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഫോണാണ്. ഇനി ചെറിയൊരു ഡ്രോബാക്ക് എന്ന് പറയാനുള്ളത് നമുക്ക് ഈ ഫോണിൽ NFC വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കമ്പാരിസൺ സെക്ഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ അതായത് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഐക്കു നിയോ 10R എന്ന് പറയുന്ന ഫോണിന്റെ പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിനെ ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന മറ്റു 2 ഫോണുകൾ, ഇപ്പോൾ മാർക്കറ്റിൽ നിലവിലുള്ള മറ്റു 2 ഫോണുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് 2 ഫോണുകളാണ് ഇവിടെ കണ്ടെത്താൻ പറ്റിയത്. അതായത് 2 ഫോണുകളും പോക്കോയുടെ ഫോണുകളാണ്. പോക്കോ F6 അതുപോലെ തന്നെ പോക്കോ X7 Pro എന്നിങ്ങനെ 2 ഫോണുകളാണ്. അപ്പോൾ പോക്കോയുടെ ഫോൺ മാത്രമാണ് ഇങ്ങനെ കാണാൻ പറ്റിയത് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു സാഹചര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് പോക്കോയാണ് ഏറ്റവും ചീപ്പസ്റ്റ് പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് തരുന്ന ഒരു കമ്പനി. അപ്പോൾ ഏതാണെങ്കിലും നമുക്ക് ഈ 3 ഫോണുകൾ, അതായത് പോക്കോ F6, ഐക്കു നിയോ 10R, അതുപോലെ തന്നെ പോക്കോ X7 Pro, അപ്പോൾ ഏതാണെങ്കിലും ഈ ഫോണുകളുമായിട്ട് ഈ ഐക്കു നിയോ 10R എങ്ങനെ വേറിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ഇതിൽ നിന്ന് മോസ്റ്റ് പ്രിഫറബിൾ ആയ ഫോൺ ഏതാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഫോണ് 3ഉം പ്ലാസ്റ്റിക് മെയ്ഡ് തന്നെയാണ്. മാത്രമല്ല വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും വെയിറ്റ്ലെസ് ആയ ഫോൺ നമ്മുടെ പോക്കോ F6 ആണ്. 180 ഗ്രാമോളം വെയിറ്റ് വരുന്നുള്ളൂ. പിന്നെ ബാക്കി 2 ഫോണുകളും ഏകദേശം സെയിം വെയിറ്റ് ആണ് വരുന്നത്, 2 ഗ്രാമിന്റെ വ്യത്യാസമൊക്കെ വരുന്നുള്ളൂ. ഐക്കു നിയോ 10R നമുക്ക് 196 ഗ്രാം വെയിറ്റ് ആണ് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ പോക്കോ X7 Pro എടുക്കുകയാണെങ്കിൽ 198 ഗ്രാമോളം വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വെയിറ്റിന്റെ കാര്യങ്ങൾ. പിന്നെ ഈ 3 ഫോണുകളിൽ ഏറ്റവും കൂടുതൽ ബിൽഡ് ക്വാളിറ്റി തരുന്നത് നമുക്ക് പിന്നെ പോക്കോ X7 Pro ആണ്. അതായത് IP68, 69 റേറ്റിംഗ് അതിൽ വന്നിട്ടുണ്ട്. ഐക്കു നിയോ 10R നമുക്ക് IP65 വന്നിട്ടുള്ളൂ. പോക്കോ F6 നമുക്ക് IP64 ആണ് വന്നിട്ടുള്ളത്. ഇനി ബിൽഡ് ക്വാളിറ്റിയിൽ തന്നെ ഒരു സെക്ഷൻ എടുത്ത് നോക്കുമ്പോൾ, അതായത് ഡിസ്പ്ലേ ഗ്ലാസ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് പോക്കോ F6 ആണ്. ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷൻ നമുക്കവിടെ വന്നിട്ടുണ്ട്.
അതുപോലെ തന്നെ നമ്മുടെ പോക്കോ X7 Pro എടുക്കുകയാണെങ്കിൽ ഗൊറില്ല ഗ്ലാസ് 7i എന്ന് പറയുന്ന ഒരു ഗ്ലാസ്സാണ് വന്നിട്ടുള്ളത്. എന്നാൽ ഐക്യു നിയോ 10R വരുമ്പോൾ നമുക്ക് സ്കോട്ട് സെൻസേഷൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഗ്ലാസ്സാണ്. അപ്പോൾ നമുക്ക് ഈ ഗ്ലാസിൻ്റെ ഒരു സ്ട്രെങ്ത് കൂടുതൽ കിട്ടുക നമുക്ക് പോക്കോ F6ലാണ്. ഇനി നമ്മൾ ഡിസ്പ്ലേയുടെ മറ്റു ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ, അതായത് റെസൊല്യൂഷൻ 3 ഫോണുകളിലും സെയിം ആണ്. 1.5K റെസൊല്യൂഷനാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡിസ്പ്ലേ സൈസ് നമുക്ക് ഐക്യു നിയോ 10Rന്റെ ഡിസ്പ്ലേ കുറച്ച് കൂടുതൽ വരുന്നുണ്ട്. പിന്നെ റിഫ്രഷ് റേറ്റ് നോക്കുകയാണെങ്കിലും ഐക്യു നിയോ 10Rലാണ് നമുക്ക് 144 ഹെർട്സ് റിഫ്രഷ് റേറ്റ് വരുന്ന സാഹചര്യങ്ങൾ വരുന്നുണ്ട്. ബാക്കി 2 ഫോണിലും നമുക്ക് 120 ഹെർട്സേ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഐക്യു നിയോ 10Rനെ പരിഗണിക്കാവുന്നതാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, അതായത് ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഐക്യു നിയോ 10Rൽ ക്വാൾകോം സ്നാപ്ഡ്രാഗണിൻ്റെ 8s Gen 3 എന്ന് നമ്മൾ പറഞ്ഞു. അതേ സെയിം ചിപ്സെറ്റാണ് പോക്കോ F6ൽ നമുക്ക് വരുന്നത്, അതായത് 8s Gen 3 തന്നെ. എന്നാൽ പോക്കോ X7 പോകുമ്പോൾ നമുക്ക് നമ്മുടെ ഡയമൻസിറ്റി 8400 അൾട്ര എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റാണ്. 8s Gen 3 കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു പൊടിക്ക് അധികം നിൽക്കുന്ന ചിപ്സെറ്റ് ഈ ഡിമെൻസിറ്റിയുടെ 8400 എന്ന് പറയുന്ന ഈ ചിപ്സെറ്റാണ്. എന്നിരുന്നാലും സ്നാപ്ഡ്രാഗണിന്റെ ചിപ്സെറ്റ് എന്നുള്ള ഒരു പ്രാധാന്യം നമുക്ക് കൊടുക്കുമ്പോൾ നമുക്കിവിടെ എന്താ പറയുക 8s Gen 3 പരിഗണിക്കാവുന്നതാണ്. അത് ഓരോരുത്തരുടെ ചോയ്സ് ആണ്. ഇനി റാം ആൻഡ് സ്റ്റോറേജിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഈ 3 ഫോണിലും LPDDR5X റാമാണ് വരുന്നത്. എന്നാൽ സ്റ്റോറേജിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് വ്യത്യാസം വരുന്നുണ്ട്. അതായത് പോക്കോ F6ലും നമ്മുടെ പോക്കോ X7 Proയിലും നമുക്ക് വരുന്നത് UFS 4.0 ആണ്. എന്നാൽ ഐക്യു നിയോ 10R വരുമ്പോൾ നമുക്ക് 2 വേരിയന്റ് വരുന്നുണ്ട്. അതായത് 128 GB എടുക്കുമ്പോൾ UFS 3.1ഉം അതിൻ്റെ മുകളിലേക്കുള്ള വേരിയൻസ് എടുക്കുമ്പോൾ UFS 4.1ഉം ആണ് വരുന്നത്. അപ്പോൾ 256 GB മുതലുള്ള ആ ഒരു സ്റ്റോറേജ് ടൈപ്പ് എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് മറ്റു 2 ഫോണിനേക്കാൾ ഒന്നും കൂടി സ്പീഡ് കൂടിയ സ്റ്റോറേജ് സെറ്റപ്പാണ് നമുക്കിവിടെ ഐക്യു നിയോ 10R വരുന്നത്. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് പോക്കോ F6ൽ നമുക്ക് 5000 mAh ആണ് നോർമൽ ബാക്കപ്പാണ് വരുന്നത്. അതായത് പോക്കോ F6 നമ്മുടെ ഈ 2 ഫോണുകളും ഇറങ്ങിയ സമയത്ത് ഇറങ്ങിയതല്ല, കുറച്ചും കൂടി മുന്നേ ഇറങ്ങിയതാണ്. ഏകദേശം പോക്കോ F7 വരാനുള്ളൊരു സമയമായി. അപ്പോൾ ഏതാണെങ്കിലും ഇതിൽ നമുക്ക് 5000 mAh ആണ്. ഐക്യു നിയോ 10Rൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 6400 mAh ആണ്. പോക്കോ X7 Pro എടുക്കുകയാണെങ്കിൽ നമുക്ക് 6550 mAh വരുന്നുണ്ട്. അപ്പോൾ കപ്പാസിറ്റി അല്ലെങ്കിൽ mAhന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്നത് ഇവിടെ പോക്കോ X7 Proയിലാണ്. പക്ഷേ ഒരുപാട് വീഡിയോസും റിവ്യൂസും ഒക്കെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഏറ്റവും കൂടുതൽ ബാറ്ററി ലാസ്റ്റിംഗ് കിട്ടുന്നത് നമ്മുടെ ഐക്യു നിയോ 10Rനാണ് എന്നാണ്. അപ്പോൾ ഏതാണെങ്കിലും അതിൻ്റെ വ്യത്യാസം എനിക്ക് തോന്നുന്നത് നമുക്കിവിടെ ക്വാൾകോം സ്നാപ്ഡ്രാഗണിൻ്റെ ചിപ്സെറ്റ് ഉപയോഗിച്ചത് കൊണ്ടായിരിക്കാം ബാറ്ററി എഫിഷ്യൻസി ഒന്നും കൂടി കൂടിയത് എന്നാണ് മനസ്സിലാകുന്നത്. ഏതാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ നമുക്ക് അത്ര തീർത്ത് ഈ ഒരു ഫോണാണെന്ന് പറയാൻ കഴിയില്ല. എന്നിരുന്നാലും ഈ 2 ഫോണുകളിലുമാണ് കൂടുതൽ ബാറ്ററി കപ്പാസിറ്റി കിട്ടുന്നത്. ഇനി നമ്മൾ സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിലേക്ക് പോകുകയാണെങ്കിൽ നമുക്കിവിടെ പോക്കോയുടെ 2 ഫോൺ എടുക്കുകയാണെങ്കിൽ F6 എടുക്കുകയാണെങ്കിലും X7 Pro എടുക്കുകയാണെങ്കിലും നമുക്ക് HyperOS ആണ് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഐക്യു നിയോ 10Rലുള്ള ഫൺ ടച്ച് ചോയ്സിനേക്കാളും എന്താണെങ്കിലും ഒരു പൊടിക്ക് ബെറ്റർ എക്സ്പീരിയൻസ് HyperOS ആണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ HyperOSന് മുൻതൂക്കമുണ്ട്. എന്നിരുന്നാലും നമ്മുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിൻ്റെ കാര്യം എടുക്കുമ്പോൾ നമുക്ക് പോക്കോയുടെ 2 ഫോണിലും 2 years ആണ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് വരുന്നത്. എന്നാൽ നമ്മുടെ ഐക്യു നിയോ 10Rൽ നമുക്ക് 3 years സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ അത് ഒരു പോസിറ്റീവായിട്ട് ഐക്യു നിയോ 10Rൽ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ 3 ഫോണുകളിലും നമുക്ക് അത്ര മികച്ച ക്യാമറ സെറ്റപ്പ് വന്നിട്ടില്ല. അതായത് ക്യാമറ ഫോക്കസ്ഡ് ആയിട്ട് വന്ന ഫോണുകളല്ല, മറിച്ച് പെർഫോമൻസ് ആണ് ഈ 3 ഫോണുകളുടെയും പ്രധാന ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാമറയിൽ വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. എന്നിരുന്നാലും ഉള്ളതിൽ കുറച്ച് ബെറ്റർ എക്സ്പീരിയൻസ് ആയി തോന്നിയ ക്യാമറ നമ്മുടെ ഐക്യുവിൻ്റെ നിയോ 10Rന്റെ ക്യാമറയാണ്. അതായത് അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത് ഇതിൽ ഉപയോഗിച്ച സെൻസറൊന്നും അല്ല, കാരണം ഇതിൽ അത്ര മികച്ച സെൻസറൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്ന് ഞാൻ നേരത്തെ വിശദീകരിച്ചു. അപ്പോൾ അതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായത് നമ്മുടെ വിവോയുടെ ആ ഒരു ഇമേജ് അൽഗോരിതം അതുപോലെ തന്നെ കളർ കാലിബ്രേഷനൊക്കെയാണ് ഐക്യുവിൻ്റെ ഫോണിൽ വന്നിട്ടുള്ളത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇതിലെടുക്കുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒരു വൈബ്രൻറ്റ് ഫീലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എന്നാണ് മനസ്സിലായത്. അപ്പോൾ ഏതാണെങ്കിലും ഇങ്ങനെയൊക്കെയാണ് ഈ 3 ഫോണുകളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വരുന്നത്. അപ്പോൾ ഈ 3 ഫോണുകളിൽ നിന്നും ബെസ്റ്റ് ഫോൺ ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയുക കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്, ഒരു സംശയവുമില്ല. കാരണം 3 ഫോണുകളിലും ഓരോ മേഖലയിലും ഓരോ ഫോണുകളാണ് മികച്ചു നിൽക്കുന്നത്. അപ്പോൾ അതത് വിഷയങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളുടെ അടുക്കൽ ആ ഫോണുകളായിരിക്കും ബെസ്റ്റ്. അപ്പോൾ ഞാൻ ഏതാണെങ്കിലും എൻ്റെ അഭിപ്രായം പറയാം. അപ്പോൾ എനിക്ക് തോന്നിയത് ഇതിൽ ഐക്യുവിൻ്റെ ഫോണാണ് ഒന്നും കൂടി ബെസ്റ്റ് ഫോൺ എന്നാണ്. അത് ഞാൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഞാൻ പറയാം. അതായത് അതിൽ NFC ഇല്ല എന്നുള്ളൊരു ഡ്രോബാക്ക് അവിടെ ഉണ്ട്. എന്നിരുന്നാലും ഏറ്റവും ആദ്യത്തെ കാരണം എനിക്ക് പറയാനുള്ളത് 2 കമ്പനികൾ തമ്മിലുള്ള വ്യത്യാസമാണ്. അതായത്
പോക്കോ എന്ന് പറയുന്ന ഒരു കമ്പനി, ഞാൻ പോക്കോയെ മോശമാക്കി പറയല്ല, മറിച്ച് പോക്കോ ഇഷ്ട ബ്രാൻഡായ ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. അതിൻ്റെ കാരണം ഏറ്റവും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ ഏറ്റവും നല്ല പെർഫോമൻസ് തരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്നിരുന്നാലും പോക്കോയുടെ ഫോണുകൾ കുറച്ച് കാലം മുമ്പ് എടുത്ത ആളുകൾ ഒരുപാട് ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ട്, ബോർഡ് കംപ്ലൈൻറ്റ്സ് പോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ ഇപ്പോഴും പോക്കോ ഫോൺ എടുക്കുമ്പോൾ ഈ ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. എടുക്കാൻ പോകുമ്പോൾ ഫസ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചോദ്യം അതാണ്, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവും, എന്തെങ്കിലും പ്രശ്നം നേരിടേണ്ടി വരുമോ. മാത്രമല്ല ഇത് കാരണമായിട്ട് പോക്കോയുടെ ക്രെഡിബിലിറ്റി കുറച്ച് നഷ്ടപ്പെട്ടതായിട്ടുള്ള ഒരു അവസ്ഥ വന്നു. മാത്രമല്ല അത് നികത്താൻ വേണ്ടിയിട്ട് പോക്കോ ഇറക്കിയ പല ഫോണുകൾക്കും 2 വർഷം വരെ വാറണ്ടി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ആരോപിക്കപ്പെട്ട ഒരു കമ്പനിയും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു കമ്പനിയും ഏകദേശം ഒരേ ലെവലിൽ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫോണുകൾ ഇറക്കുമ്പോൾ അതിൽ നിന്നും നമ്മൾ ഏതാ തിരഞ്ഞെടുക്കുക? പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത കമ്പനിയുടെ ഫോണാണ് തിരഞ്ഞെടുക്കുക. അതേ ഞാനിവിടെ ചെയ്തുള്ളൂ. അല്ലാതെ ഈ 3 ഫോണുകളും തമ്മിൽ വലിയ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ഈ 3 ഫോണുകളിൽ നിന്ന് ഒന്ന് നന്നായിട്ട് മികച്ചു നിൽക്കുന്ന ഫോണൊന്നും അല്ല. അപ്പം ഞാൻ iQOO Neo 10R തിരഞ്ഞെടുക്കാനുള്ളതിൻ്റെ കാരണം ഇതാണ്. അല്ലാതെ iQOO Neo 10R ഈ 3 ഫോണുകളിൽ നിന്നും ഒരുപാട് ഉയരത്തിലായതുകൊണ്ടൊന്നുമല്ല. ഏകദേശം ഒരുപോലെ തന്നെയാണ് ഈ 3 ഫോണും വരുന്നത്. മാത്രമല്ല വ്യത്യസ്ത വിഷയങ്ങൾ എടുക്കുമ്പോൾ 3 ഫോണും മികച്ചു നിൽക്കുന്നുണ്ട്. ഏതുപോലെ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ Qualcomm Snapdragon 8s Gen 3 എന്ന് പറയുന്ന ഫോണാണ് വേണ്ടത്, നിങ്ങൾക്ക് പോക്കോ F6 എടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ബിൽഡ് ക്വാളിറ്റിയുള്ള ഫോണാണ് വേണ്ടത്, IP68 699 റേറ്റിംഗുള്ള പോക്കോ X7 Pro എടുക്കാം. നിങ്ങൾക്ക് ഈ ഫോണുകളിൽ ഏറ്റവും കൂടുതൽ റീഫ്രഷ് റേറ്റ് ഉള്ള ഗെയിമിങ്ങിന് ഏറ്റവും അനുയോജ്യമായ ഫോണാണ് വേണ്ടത്, iQOO Neo 10R എടുക്കാം. അപ്പോൾ ഇങ്ങനെ ഓരോ വിഷയത്തിലും ഈ 3 ഫോണും വ്യത്യസ്തപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ iQOO Neo 10R ബെസ്റ്റായി ചൂസ് ചെയ്യാനുള്ള കാരണം തീർത്തും ബ്രാൻഡ് അടിസ്ഥാനപ്പെടുത്തിയാണ്. അല്ലാതെ ഫീച്ചേഴ്സ് അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ഈ ഫോണുകളിൽ നിന്ന് ഒന്നിനെ മറ്റൊന്നിനേക്കാൾ മികച്ചതായി കാണാൻ കഴിയില്ല. അപ്പോൾ ഏതാണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.